സെപ്റ്റംബർ 21 ലോക സമാധാന ദിനമാണത്രേ. ആർക്കാ ഇവിടെ സമാധാനം? ഫലസ്തീനിന്റെ ചെറിയ മക്കളെ കൊന്നെടുക്കുന്ന കാലം, അവിടെയുള്ള യുവതികളെ ബലാത്സംഗം ചെയ്യുന്ന കാലം, ചുട്ടുകൊല്ലുന്ന കാലം, പറക്ക പുറ്റാത്ത പിഞ്ചുമക്കളെയും ചുമന്ന് പലായനം ചെയ്യുമ്പം അവരെയും ആക്രമിക്കുന്ന ലോകം. എവിടെയാ സമാധാനമുള്ളത്? ആർക്കാ ഇവിടെ സമാധാനമുള്ളത്? മുസ്ലിം ആയതിന്റെ പേരിലാണോ കൊല ചെയ്യപ്പെടുന്നത്? മുസ്ലിമീങ്ങളെ ഉന്മൂലനാശം വരുത്താൻ വേണ്ടിയിട്ടാണോ ഈ കൊല? ഒരിക്കലുമില്ല. മുസ്ലിം ഒരിക്കലും തകരില്ല, ഇസ്ലാം ഒരിക്കലും തകരില്ല. ഇതിന് ഏറ്റവും വലിയ ലജ്ജ എന്തെന്നറിയുമോ? അറബി പ്രമാണിമാര് കുഴിമന്തിയും കഴിച്ച് അവരിതാ വലിയ രീതിയിൽ ഉന്നതങ്ങളിൽ ഒരു അല്ലലും മലട്ടലുമില്ലാതെ ഉന്നതങ്ങളിൽ നല്ലതുപോലെ വിശ്രമിച്ച് ജീവിക്കുകയാണ്. ഫലസ്തീനിന് അനുകൂലമായി ഒരു വാക്ക് പറയാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പോലും പറയാൻ സാധിച്ചിട്ടില്ല അറബി പ്രമാണിമാർക്ക്. അറബി പ്രമാണിമാർ മുഴുവനും സയനിസ്റ്റ് ഭീകരർക്ക് ഒത്താശ ചെയ്തു കൊടുത്ത് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്തൊരു കാലമാണ് ലോക സമാധാന ദിനം ആചരിക്കാൻ ആർക്കാണ് സാധിക്കുക? വല്ലാത്തൊരു ദുരന്തമാണിത്. മുസ്ലിം മേലാളന്മാര് പോലും ആ മുസ്ലിമീങ്ങളെ പരിഗണിക്കാതെ, അറബികളല്ലേ അവര്, നിങ്ങളുടെ സഹോദരങ്ങളല്ലേ, അവരെ എന്തുകൊണ്ട് നിങ്ങൾ പരിഗണിച്ചില്ല? നാളെ പടച്ചവന്റെ മുന്നിൽ ഓരോ അറബി പ്രമാണിമാരും, അത് സൗദി ഭരിക്കുന്നയാളാണെങ്കിലും ഖത്തർ ഭരിക്കുന്നയാളാണെങ്കിലും മറ്റ് ഏത് ഇസ്ലാമിക രാജ്യം ഭരിക്കുന്നയാളാണെങ്കിലും മറുപടി പറയേണ്ടി വരും. കളിയില്ല, നിസ്സാരമല്ല. നിങ്ങളിൽ ഏൽപ്പിച്ചൊരു ദൗത്യമുണ്ട്. ഈ ഇസ്രായേലിന്റെ ഈ സയനിസ്റ്റ് ഭീകരരുടെ മൂലം താങ്ങി നടന്നാൽ നിങ്ങൾക്ക് എന്ത് കിട്ടാനാ? ഇത്രയും മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കിയിട്ട് ഒരു വാക്ക് പോലും പറയാത്ത സൗദി ഭരണാധികാരികൾ. ഖത്തർദാ എല്ലാവിധ സംവിധാനം ചെയ്തു കൊടുത്തു. ഏറ്റവും കൂടുതൽ അവന്റെ നെഞ്ചച്ചട്ടനെ കയറ്റിക്കൊടുത്തു. ഇനിയും മിണ്ടാട്ടമില്ല. മിണ്ടിയാൽ അവൻ അണ്ണാക്കിലോട്ട് അടിച്ചിട്ട് വരും. അതുകൊണ്ടാണ് മിണ്ടാത്തത്. എന്തൊരു കാലമാണ് ലോക സമാധാന ദിനത്തിൽ പറയാൻ.